ഭാരതത്തിൻ്റെ ദേശീയ യുവദിനമായ ജനുവരി 12-ന് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനത്തിൽ ഇതിനേക്കാൾ മികച്ചൊരു സന്ദേശം രാജ്യത്തെ യുവാക്കൾക്ക് നൽകാനില്ല. പറഞ്ഞു വന്നത് ഔദ്യോഗിക മാധ്യമപ്രവർത്തനമല്ലാത്ത ഒരാൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ആദ്യത്തെ അഭിമുഖത്തെക്കുറിച്ചാണ്. അതിൻ്റെ മലയാളം പരിഭാഷയാണ് ഇന്ന് ചെയ്യുന്നത്. അഭിമുഖത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് വാചാലനായ നരേന്ദ്രമോദിയാണ് കാണാൻ കഴിഞ്ഞത്. ചൈനീസ് തത്വചിന്തകനും സഞ്ചാരിയുമായിരുന്ന ഹ്യുവാൻസാങ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു സിനിമ നിർമ്മിക്കുന്നു എന്ന് ഞാൻ എവിടെയോ വായിച്ചിരുന്നു. അദ്ദേഹം വളരെയേറെ കാലം എൻ്റെ ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഞാൻ ചൈനീസ് എംബസിക്കോ മറ്റോ ഒരു കത്തെഴുതിയിരുന്നു. ഈ സിനിമയിൽ അദ്ദേഹം ഞങ്ങളുടെ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന കാലം കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഒരു കോൺഗ്രസ് നേതാവുണ്ടായിരുന്നു. ദവെ എന്നായിരുന്നു പേര്. അദ്ദേഹം ശരിക്കും സൗരാഷ്ട്രക്കാരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ഞങ്ങളുടെ ഗ്രാമത്തിലായിരുന്നു. അദ്ദേഹം ഞങ്ങൾ സ്കൂൾ കുട്ടികളോട് ഇങ്ങനെ പറയുമായിരുന്നു: നിങ്ങൾ ഗ്രാമത്തിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഏതെങ്കിലും കല്ലുകളിൽ എന്തെങ്കിലും തരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചിത്രങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത്തരം കല്ലുകൾ പറക്കിക്കൂട്ടി സ്കൂളിൻ്റെ ഒരു ഭാഗത്ത് വെക്കണമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു മൂലയിൽ ഒരു കൂട്ടം കല്ലുകളുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് അതെന്തിനാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞങ്ങളുടെ ഗ്രാമം വളരെ പുരാതനമായ ഗ്രാമമായിരുന്നു. അതിലെ ഓരോ കല്ലുകൾക്കും ഓരോ കഥ പറയാനുണ്ടായിരുന്നു. അത്തരം കല്ലുകൾ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് അദ്ദേഹം സ്കൂളിൽ സ്വരൂപിച്ചു വെക്കുമായിരുന്നു. പിന്നീട് എന്തെങ്കിലും ഒരു കാലത്ത് ആ കല്ലുകൾ ചരിത്രത്തിൻ്റെ ശേഷിപ്പായി മാറുമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് 2014 ഞാൻ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി. അതിനുശേഷം എല്ലാ രാജ്യതലവന്മാരും നമ്മളെ സ്വാഭാവികമായും വിളിച്ച് അഭിനന്ദിക്കാറുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി പല രാജ്യത്തെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും എന്നെ വിളിച്ചിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ അഭിനന്ദിക്കാൻ വിളിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ആദ്യ കോളിൽ തന്നെ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്, തീർച്ചയായും വരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ വന്നിട്ട് എനിക്ക് ഗുജറാത്തിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കൂടുതൽ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ പറഞ്ഞു, അല്ല, എനിക്ക് നിങ്ങളുടെ ഗ്രാമത്തിൽ വട്നഗറിൽ എത്തണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് അതിന് പിന്നിലെന്ന്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ തത്വചിന്തകനും സഞ്ചാരിയുമായിരുന്ന ഹ്യുവാൻസാങ് ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് താങ്കളുടെ ഗ്രാമത്തിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരികെ ചൈനയിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് എൻ്റെ ഗ്രാമത്തിലാണ്. ആ രീതിയിൽ നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട് എന്ന്. സർ, താങ്കൾ കുട്ടിയായിരുന്നപ്പോൾ ഒരു നല്ല വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ അത്ര വലിയ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല. എല്ലാവരും ഏതെങ്കിലും കാരണത്താൽ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഒന്നും കുട്ടിക്കാലത്ത് സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. അന്ന് സ്കൂളിൽ ബെൽജിഭായ് ചൗധരി എന്നൊരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് വലിയ താല്പര്യമായിരുന്നു. അദ്ദേഹം വീട്ടിൽ വന്ന് അച്ഛനോട് പറയുമായിരുന്നു, ഇവൻ കുറച്ചുകൂടി ശ്രദ്ധ കാണിച്ചിരുന്നെങ്കിൽ തീർച്ചയായും വളരെ വലിയ നിലയിലെത്തുമെന്ന്. കാരണം വളരെ പെട്ടെന്ന് എല്ലാം മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു താല്പര്യമുണ്ട്, അതിനുള്ള ശേഷി അവനുണ്ട്. പക്ഷേ അവൻ്റെ താല്പര്യം അതിലല്ല, അവൻ്റെ താല്പര്യങ്ങൾ മറ്റു പലതിലുമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. പക്ഷേ ഞാൻ പഠനത്തിനപ്പുറം മറ്റു ചില കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിരുന്നു. എല്ലാ അധ്യാപകർക്കും എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ അന്ന് തന്നെ ഈ മത്സര പരീക്ഷകൾക്കും മറ്റുള്ളവർ മത്സരിച്ച് കൂടുതൽ മാർക്ക് വാങ്ങുക എന്നുള്ള ചിന്താഗതിക്കൊന്നും ഒരിക്കലും അതിന് പിന്നാലെ ഞാൻ പോയിട്ടില്ല. പ്രധാനമന്ത്രിജി, താങ്കൾക്ക് കുട്ടിക്കാലം മുതലുള്ള എന്തെങ്കിലും സുഹൃത്തുക്കൾ ഇപ്പോഴുമുണ്ടോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വീട് വിട്ടു പോയ ആളാണ്. വീട് മാത്രമല്ല, എല്ലാത്തിനും ഉപേക്ഷിച്ച് പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആരുമായും ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. ഞാൻ ഇങ്ങനെ അലഞ്ഞേരി നടക്കുന്നതിൽ ഇഷ്ടപ്പെടുന്ന എൻ്റേതായ ഒരു ലോകത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരുമായും ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2001 ഞാൻ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം എനിക്കൊരാഗ്രഹമുണ്ടായി. എൻ്റെ കൂടെ പഠിച്ച എല്ലാ സുഹൃത്തുക്കളെയും
ഒരിക്കൽ കൂടി കാണണമെന്ന്. അങ്ങനെ ഞാൻ അവരെ എല്ലാവരെയും തിരഞ്ഞുപിടിച്ച് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ അവരെക്കാളൊക്കെ വലിയ എന്തോ പദവിയിൽ എത്തിച്ചേർന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമം ഉപേക്ഷിച്ച് ഇവരെല്ലാം ഉപേക്ഷിച്ച് പോയ അതേ ആൾ തന്നെയാണ് ഞാനെന്ന് അവരെയും എന്നെയും ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെ ചെയ്തത്. എൻ്റെ പഴയ കാലഘട്ടം ഒരിക്കൽ കൂടി എനിക്ക് അനുഭവിക്കണമെന്ന് തോന്നി. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ പലരെയും എനിക്ക് കണ്ടാൽ തിരിച്ചറിയുമായിരുന്നില്ല. പലരുടെയും രൂപം തന്നെ മാറിപ്പോയിരുന്നു. പലർക്കും നര വീണിരുന്നു. അങ്ങനെ ആരെയും എനിക്ക് തിരിച്ചറിയാൻ പോലും കഴിയുമായിരുന്നില്ല. ഏതാണ്ട് 55-65 സുഹൃത്തുക്കൾ അന്ന് വന്നു. മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു, ഭക്ഷണം കഴിച്ചു, പല കഥകൾ പറഞ്ഞിരുന്നു. വളരെ മനോഹരമായൊരു ദിവസമായിരുന്നു അത്. പക്ഷേ എന്നിട്ടും എനിക്കത് വളരെ വലിയൊരു സന്തോഷം ഉണ്ടാക്കിയില്ല എന്നതിൻ്റെ കാരണം ഇതാണ്: ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളെ ആയിരുന്നു അവിടെ തേടിയിരുന്നത്. പക്ഷേ അവരുടെ എല്ലാം കണ്ണുകളിൽ, അവരുടെ എല്ലാം പെരുമാറ്റത്തിൽ അവർ കാണുന്നത് മുഖ്യമന്ത്രിയായിരുന്നു. അവരെല്ലാവരും എന്നോട് വളരെ ആദരവോടുകൂടിയാണ് പെരുമാറിയിരുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ജീവിതത്തിൽ നീ എന്ന് എന്നെ വിളിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. രാജ്ബിഹാരി മണിയാർ എന്നൊരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം അടുത്തിടെ മരണമടഞ്ഞു. 94-95 വയസ്സായിരുന്നു. അദ്ദേഹം മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കത്തുകൾ എഴുതുമ്പോൾ എന്നെ നീ എന്ന് അഭിസംബോധന ചെയ്തിരുന്നത്. എനിക്കത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. കാരണം എന്നെ നീ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യം കാണിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മാത്രമാണ് എന്നെ അങ്ങനെ വിളിച്ചിരുന്നത്. അതിനോടൊപ്പം തന്നെ എനിക്ക് വീണ്ടും ആഗ്രഹമുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് എന്നെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകൻ മുതൽ എന്നെ സ്കൂളിൽ അവസാനം പഠിപ്പിച്ച അധ്യാപകർ വരെ എത്ര പേരുണ്ടോ അവരെല്ലാം ഞാൻ തിരഞ്ഞു പിടിച്ചു. അവരിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ ആളുകളെയും ഞാൻ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് വിളിച്ച് അവരെ ആദരിച്ചു. അന്നത്തെ ഗുജറാത്തിൻ്റെ ഗവർണറായിരുന്ന ശർമാജിയും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. തീർച്ചയായും അത് ഇപ്പോഴും ഞാൻ പറയുന്നത് എല്ലാ ആളുകളും അങ്ങനെ ചെയ്യണമെന്നാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓരോ അധ്യാപകരും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മൾ അർഹിക്കുന്ന ബഹുമാനം നമ്മൾ നൽകേണ്ടതുണ്ട്. അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അന്ന് വന്ന കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന പ്രായമുണ്ടായിരുന്നത് ഏതാണ്ട് 93 വയസ്സുള്ള ഒരു അധ്യാപകനായിരുന്നു. ഏതാണ്ട് 30-32 അധ്യാപകർ അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തു. ഗുജറാത്തിലെ ഒരുപാട് ജനങ്ങൾക്ക് മുമ്പിലാണ് ഞാൻ ആ പരിപാടി സംഘടിപ്പിച്ചത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു അനുഭവമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. പിന്നീട് ഒരു കാര്യം കൂടി ഞാൻ ചെയ്തു. മുഖ്യമന്ത്രിയായതിനു ശേഷം ഒരു ദിവസം എൻ്റെ വളരെ വലിയ കുടുംബമാണ്. ആ കുടുംബത്തിലെ എല്ലാവരെയും, മുതിർന്ന ആളുകളെയും അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും അടക്കം എല്ലാ ബന്ധുജനങ്ങളെയും മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് വിളിച്ച് അവരോടൊപ്പം ഒരു ദിവസം ഞാൻ ചെലവഴിച്ചു. കാരണം എനിക്കവരിൽ പലരെയും പരിചയം പോലും ഉണ്ടായിരുന്നില്ല. കാരണം കുട്ടിക്കാലത്ത് തന്നെ ഞാൻ കുടുംബവും ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് രാജ്യം മുഴുവൻ അലഞ്ഞെരിഞ്ഞ് നടന്ന ആളാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് പലരുടെയും പരിചയമുണ്ടായിരുന്നില്ല. അവരാരൊക്കെയാണെന്ന് ചോദിച്ചറിയുകയും അവരോട് സംസാരിക്കുകയും ഒരു ദിവസം അവരോടൊപ്പം ചെലവഴിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു. 3 കാര്യം മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടി ചെയ്തു. ഞാൻ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചത് എൻ്റെ സംഘടനാപരമായ ജീവിതത്തിലാണ്. ആ സമയത്ത് എനിക്ക് വേണ്ടി ഭക്ഷണം തന്ന, എനിക്ക് താമസിക്കാൻ പല സ്ഥലങ്ങളിലും മുറി തന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത്തരം ആളുകളെയും ഞാൻ ക്ഷണിച്ച് ഒരു ദിവസം മുഖ്യമന്ത്രി വസതിയിൽ കൊണ്ടുവന്ന് അവരോടൊപ്പം ചെലവഴിച്ചു. ഇത് 4 ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ ചെയ്തു. അതിലെനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. മുഖ്യമന്ത്രി ആയത് മുതൽ ഇന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്ന ഈ 3ാം ടേം വരെ എൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങൾ മാത്രമാണ്. താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, താങ്കൾ ഒരു സമയത്ത് ബാംഗ്ലൂർ വന്നിരുന്നു. സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുടെ ഭാഗമായി ഞങ്ങൾക്കന്ന് 15 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. പക്ഷേ താങ്കളുമായി സംസാരിച്ച് ഞങ്ങൾ 1 മണിക്കൂറോളം താങ്കൾക്കൊപ്പം ചെലവഴിച്ചു. അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചു. താങ്കൾക്കത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്നും ഞാൻ താങ്കളോട് കുറേ ചോദ്യങ്ങളാണ് ചോദിച്ചത്. താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ശരിയല്ല, അല്ലെങ്കിൽ ഇത് ശരിയല്ല, അത് ഇങ്ങനെ പോയാൽ അത് നന്നാവില്ല എന്നൊക്കെയാണ് ഞാൻ താങ്കളോട് അന്നും പറഞ്ഞിരുന്നത്. പ്രധാനമന്ത്രിജി, എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, താങ്കൾ പറഞ്ഞത് താങ്കളുടെ കുട്ടിക്കാലം മുതൽ സ്കൂളുകളിലായാലും എവിടെയാണെങ്കിലും താങ്കൾക്ക് മത്സരങ്ങളോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്, മത്സരിച്ച് ജയിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. തീർച്ചയായും കുട്ടികളിൽ അങ്ങനെ ഒരു മത്സരബുദ്ധി ഉണ്ടാകരുത് എന്ന് പറയുന്ന ആളുകളുണ്ട്.
അത്തരമൊരു ചിന്താഗതിയിൽ നിന്ന് വളർന്നു വന്ന് നിരവധി മത്സരങ്ങൾ ആവശ്യമുള്ള രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് താങ്കൾക്ക് ഇവിടെ മുന്നേറാനായത്? നോക്കൂ, കുട്ടിക്കാലത്ത് മത്സര പരീക്ഷകൾ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ മത്സരിക്കാൻ ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞത് വലിയ തത്വചിന്തയൊന്നുമല്ല. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്: കൂടുതൽ മാർക്ക് വാങ്ങുന്നവർ വാങ്ങട്ടെ, 1ാം സ്ഥാനത്തേക്കോ 2ാം സ്ഥാനത്തേക്കോ അവർ വരട്ടെ, അതിലിപ്പോൾ എനിക്കെന്ത് സംഭവിക്കാനാണ്? ഞാൻ എൻ്റെ ജീവിതം എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ജീവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും തത്വചിന്തയൊന്നും എന്നെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സ്കൂൾ ടൈമിൽ പർമാർ എന്നു പേരുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. PT അധ്യാപകനാണ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ. അത്തരം വിഷയങ്ങളിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്ഥിരവും പോകുമായിരുന്നു. ഗുസ്തി, ബലസ്തംഭ് അതൊക്കെയാണ് ആ കാലത്ത് ചെയ്തിരുന്നത്. ബലസ്തംഭ് എന്ന് പറയുന്നത് ഒരു യോഗ പോലെ തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, അതൊരു കമ്പിൽ കൊത്തി നിർത്തി അതിലേക്ക് കയറുന്ന ഒരു തരത്തിലുള്ള ഒരു ആയോധന രീതിയാണ്. അതൊരു തരത്തിലൊരു യോഗയാണ്, ശരീരത്തിന് കൂടുതൽ ബലം നൽകുന്ന ഒരു കായികാഭ്യാസമാണ്. മഹാരാഷ്ട്രയിൽ നിലനിന്നിരുന്ന ഒരു പ്രത്യേക ഒരു കായികാഭ്യാസമായിരുന്നു അത്. നമ്മുടെ ശരീരത്തിന് കൂടുതൽ പവർ നൽകുന്ന ഒരു നല്ല എക്സർസൈസ് ആയിട്ടാണ് ഞാനതിനെ കണ്ടിരുന്നത്. ഞാനത് കൃത്യമായി ചെയ്യുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് താല്പര്യമുള്ള വിഷയമാണെങ്കിൽ ഞാനതൊക്കെ ചെയ്യുമായിരുന്നു. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇത് ഞാൻ പരിശീലിക്കുമായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ മത്സരത്തിനൊന്നും പോയിട്ടില്ല. എനിക്ക് താല്പര്യമുള്ള സമയത്ത് അത് പരിശീലിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അതും വിട്ടു. പ്രധാനമന്ത്രിജി, ഞാൻ ഈ സ്റ്റാർട്ടപ്പുമായി രാഷ്ട്രീയത്തെ ബന്ധപ്പെടുത്തി ചോദിക്കുകയാണെങ്കിൽ, ഒരു സ്റ്റാർട്ടപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, ഒരു ബിസിനസ്സിൽ വിജയിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങൾ ആവശ്യമുണ്ട്. മാർക്കറ്റിംഗ് സ്കില്ല് വേണം, സെയിൽസ് സ്കില്ല് വേണം, അല്ലെങ്കിൽ ടെക്നോളജിയിൽ എന്തെങ്കിലും, അങ്ങനെ പല കഴിവുകൾ ഒരു ബിസിനസ് വിജയിക്കാൻ വേണം. രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോകാൻ, രാഷ്ട്രീയത്തിലേക്ക് വരാൻ അത്തരം എന്തൊക്കെ കഴിവുകളാണ് ഒരു പൗരനുണ്ടായിരിക്കേണ്ടത്? നോക്കൂ, ഇത് രണ്ടും തീർത്തും വ്യത്യസ്തമായ 2 കാര്യങ്ങളാണ്. പൊളിറ്റിക്സിലേക്ക് വരിക എന്നതും പൊളിറ്റിക്സിൽ നിലനിന്ന് പോവുക, പൊളിറ്റിക്സിൽ വിജയിക്കുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ തീർച്ചയായും ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം, ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ സുഖങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കാനുള്ള ഒരു മനസ്സും ഉണ്ടായിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നല്ലൊരു ടീം പ്ലെയർ ആയിരിക്കണം രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ. എനിക്ക് എല്ലാവരെയും നിയന്ത്രിക്കാൻ അറിയാം, എനിക്ക് എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കാനാകും എന്നുള്ള ചിന്താഗതി ഉള്ളവരുണ്ടാകാം. അത് നല്ലതുമായിരിക്കാം, അയാൾക്ക് വ്യക്തിപരമായി വിജയിക്കാനും ആയേക്കാം. പക്ഷേ രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ അത് മാത്രം പോരാ, ഒരു നല്ല ടീം പ്ലെയർ കൂടി ആയിരിക്കണം. നോക്കൂ, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള പോരാട്ടം, ആ സമയത്ത് രാജ്യത്തെ എല്ലാ ആളുകളും ആ സമരത്തിൻ്റെ ഭാഗമായി മാറി. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാവരും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നിട്ടില്ല. കുറേ ആളുകൾ സ്വാതന്ത്ര്യത്തിന് ശേഷം അവരുടെ ജീവിതം പഠനത്തിന് വേണ്ടി ചെലവഴിച്ചു, ചില ആളുകൾ പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചു, ചില ആളുകൾ ഈ രാജ്യത്തെ വനവാസികൾക്ക് വേണ്ടി ജീവിച്ചു, ചില ആളുകൾ നല്ല പുസ്തകങ്ങൾ എഴുതി. അങ്ങനെ പല രീതിയിലേക്ക് ആളുകൾ വഴിമാറി. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം രാഷ്ട്രീയ മേഖലയിലേക്ക് വന്നത്. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിനുള്ള പോരാട്ടത്തിൽ ഇവരുടെ എല്ലാവരുടെയും മനസ്സ് ഒന്നായിരുന്നു. കാരണം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി തന്നാലാവുന്നത് തീർച്ചയായും ചെയ്യണമെന്നുള്ള ചിന്താഗതി എല്ലാ ആളുകൾക്കും അന്നുണ്ടായിരുന്നു. അതിൽ ഒരു രാഷ്ട്രീയ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് നോക്കിയാൽ രാഷ്ട്രീയത്തിലേക്ക് വന്ന കുറേയധികം നേതാക്കൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പോരാടിയിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ചിന്താഗതിയിലും ചിന്താശേഷിയിലും അവരുടെ പക്വമായ പെരുമാറ്റവുമൊക്കെ തീർച്ചയായും വ്യത്യസ്തമായിരുന്നു. അവരുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഈ രാജ്യത്തോടുള്ള സ്നേഹവും, രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹവും, ജനങ്ങളോടുള്ള സ്നേഹവും ബന്ധവും ഒക്കെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയത്തിൽ നിരന്തരം എല്ലാ കാലത്തും നല്ല ആളുകൾ വന്നുകൊണ്ടേയിരിക്കണം. അതുമാത്രമല്ല, അവർക്കെല്ലാം ഒരു മിഷൻ ഉണ്ടായിരുന്നു, അംബീഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരോടും പറയുന്നത്, നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടത് വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയും രാജ്യത്തിന് വേണ്ടിയുമായിരിക്കണം, അല്ലാതെ എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടി ആയിരിക്കരുത്. തീർച്ചയായും അങ്ങനെ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി ഒരു മിഷന് വേണ്ടി നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ തീർച്ചയായും സ്വാഭാവികമായും നിങ്ങൾക്ക് സ്ഥാനങ്ങൾ ലഭിക്കും. നോക്കൂ, ഞാൻ വ്യക്തമാക്കാൻ ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ മഹാത്മാഗാന്ധി പേഴ്സണാലിറ്റി നോക്കിയാൽ വളരെ ദുർബലനായ ഒരു ശരീരമുള്ള ആളായിരുന്നു മഹാത്മാഗാന്ധി. പ്രസംഗ ശൈലി നോക്കിയാൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റേത് അത്ര മനോഹരമായ ആളുകളെ പിടിച്ചിരുന്ന തരത്തിലുള്ള സംഭാഷണ ശൈലി ആയിരുന്നില്ല. ആ രീതിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് തീർച്ചയായും ഒരു നേതാവാകാൻ കഴിയുമായിരുന്നില്ല, ഇന്നത്തെ രീതിയുമായി താരതമ്യപ്പെടുത്തിയാൽ. പക്ഷേ എന്നിട്ടും അദ്ദേഹം
ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ നേതാവായി മാറി. അദ്ദേഹത്തിന് പിന്നിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭാരതീയർ അണിനിരന്നു. എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയ പ്രവർത്തകനാകണമെങ്കിൽ ശരീരഭാഷ ഇങ്ങനെയായിരിക്കണം, നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളായിരിക്കണം, ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുന്ന ആളായിരിക്കണം എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ കുറച്ചു കാലത്തേക്ക് ജനങ്ങളെ പറ്റിച്ച് അങ്ങനെ ജീവിക്കാൻ കഴിയുമായിരിക്കാം. പക്ഷെ ഒരിക്കലും നിരന്തരം അത് തുടർന്നു പോകാൻ കഴിയില്ല. അതിന് ജനങ്ങളെ അറിയണം, ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് പ്രസംഗകല. ആൾക്കൂട്ടത്തെ കയ്യിലെടുക്കും വിധം സംസാരിക്കാനുള്ള ശേഷി മാത്രമല്ല ഒരു നേതാവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം ജനങ്ങളുമായി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. നോക്കൂ, വീണ്ടും നമുക്ക് മഹാത്മാഗാന്ധിയുടെ ഉദാഹരണം തന്നെ നോക്കാം. കയ്യിൽ അദ്ദേഹത്തെക്കാൾ വലിയൊരു ദണ്ഡ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാദം അഹിംസാവാദമായിരുന്നു. മഹാത്മാഗാന്ധി ഒരിക്കലും തൊപ്പി അണിഞ്ഞിരുന്ന ഒരാളല്ല. പക്ഷേ ഈ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർ, അദ്ദേഹത്തെ പിന്തുടരുന്നവർ ഗാന്ധി തൊപ്പി അണിഞ്ഞു. അതാണ് ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ. മഹാത്മാഗാന്ധി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല, ഒരു ഭരണസ്ഥാനത്തും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും മരണത്തിന് ശേഷം അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിൻ്റെ പേര് രാജ്ഘട്ട് എന്നാണ്. അതാണ് വ്യത്യാസം. പ്രധാനമന്ത്രിജി, ഈ ഒരു അഭിമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ തലത്തിലേക്ക് 10,000-കണക്കിന് യുവാക്കൾ സ്വന്തം താല്പര്യത്തോടുകൂടി വരണമെന്ന് തന്നെയാണ്. ഈ അഭിമുഖം കേട്ട് കഴിയുമ്പോൾ ആ രീതിയിലുള്ള ചിന്താഗതി യുവാക്കൾക്കുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, 10,000 അല്ല, ഞാൻ ചെങ്കോട്ടിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, 1,00,000-ത്തിലധികം യുവാക്കൾ പുതുതായി നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അത് രാജ്യത്തിൻ്റെ ആവശ്യം തന്നെയാണ്. പക്ഷേ അതിനെ ഒരിക്കലും ഒരു വ്യവസായവുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു എൻ്റർപ്രണറിനെ നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെ വളരാമെന്നാണ്. എന്നാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആദ്യം പഠിക്കേണ്ടത് തൻ്റെ കയ്യിലുള്ളത് കൂടി സമൂഹത്തിന് വേണ്ടി എങ്ങനെ ദാനം ചെയ്യണമെന്നാണ്. ബിസിനസ്സിൻ്റെ കാര്യം നോക്കിയാൽ ഞാൻ, എൻ്റെ കമ്പനി, എൻ്റെ തൊഴിലാളി എന്നുള്ള ചിന്താഗതിയാണ് ഉണ്ടാവുക. എങ്ങനെ നമ്പർ 1 ആകാം എന്നുള്ളതായിരിക്കുമല്ലോ ഓരോ എൻ്റർപ്രണറിൻ്റെ ലക്ഷ്യം. എന്നാൽ ഇവിടെ രാഷ്ട്രീയത്തിൽ വേണ്ടത് രാജ്യം ഒന്നാമത് എന്ന ചിന്താഗതിയായിരിക്കണം. നമ്മുടെ ഭാരതീയ സമൂഹവും വിശ്വസിക്കുന്നത് രാജ്യം ഒന്നാമത് എന്ന് ചിന്തിക്കുന്ന ആളുകളെ തന്നെയാണ്. ഈ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, വളരെയേറെ കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ്. ചില ആളുകൾക്ക് സ്വർണ്ണത്തളികയിൽ വെച്ച് നീട്ട് ലഭിക്കുന്നത് പോലെ രാഷ്ട്രീയത്തിൽ അവസരം ലഭിക്കാറുണ്ട്. അത് ചിലരുടെ കാര്യം, അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സാധാരണക്കാരന് രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ തീർച്ചയായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതുണ്ട്. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഗുജറാത്തിൽ അശോക് ഭട്ട് എന്നൊരു കാര്യകർത്താവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. മരണം വരെയും വളരെ ചെറിയൊരു വീട്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പലതവണ മന്ത്രിയായിരുന്ന ആളാണ് ഗുജറാത്തിൽ. പക്ഷെ സ്വന്തമായ ഒരു വാഹനം പോലും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മുൻകാലങ്ങളിൽ മൊബൈൽ ഫോൺ പോലും ഉണ്ടായിരുന്നില്ലല്ലോ, അന്ന് ലാൻഡ് ഫോൺ മാത്രം ഉണ്ടായിരുന്നത്. നിങ്ങൾ രാത്രിയിൽ 3 മണിക്ക് അദ്ദേഹത്തിന് ഒരു ആവശ്യത്തിന് വിളിച്ചാൽ പോലും ഒറ്റ ബെല്ലിൽ, ഒരു ബെല്ല് തീരുന്നതിന് മുമ്പ് അദ്ദേഹം ആ ഫോൺ എടുത്ത് സംസാരിക്കുമായിരുന്നു. ഞാൻ ആ സമയത്ത് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നില്ല. അഹമ്മദാബാദ് രാജ്കോട്ട് റോഡിൽ നിരന്തരം അപകടങ്ങൾ സംഭവിക്കുമായിരുന്നു. ആരോ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ അപകടം സംഭവിച്ചുവെന്ന്. ഞാൻ അശോക് ഭട്ടിനെ വിളിച്ചു പറഞ്ഞു. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഓക്കെ ബൈ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ സംഭവ സ്ഥലത്ത് ഓടിയെത്തുമായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി വാഹനം പോലും ഉണ്ടായിരുന്നില്ല. കൂട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ ആരുടെയെങ്കിലുമൊക്കെ വാഹനത്തിൽ അല്ലെങ്കിൽ ട്രക്കിൽ കയറിയോ ബസ്സിൽ കയറിയോ അദ്ദേഹം ആ സ്ഥലത്ത് എത്തുമായിരുന്നു. ആ സേവന മനോഭാവമാണ് ഇന്ന് പലർക്കും ഇല്ലാത്തത്. അതാണ് വേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും ആഗ്രഹിക്കുന്നത് MLA ആകണം, MP ആകണം എന്നൊക്കെയാണ്. അത് ഒരു പ്രത്യേക വിഭാഗക്കാരാണ്. ഞാൻ അവരെയല്ല രാഷ്ട്രീയക്കാരായി കാണുന്നത്. രാഷ്ട്രീയത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കണം എന്നുള്ളതല്ല. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ അവസരം ലഭിക്കുമ്പോൾ മത്സരിക്കണം. തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ്. അതിനു മുമ്പ് ആദ്യം വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ജനങ്ങളുടെ മനസ്സ് ജയിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ മനസ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അവർക്കൊപ്പം ജീവിക്കേണ്ടതുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ഒപ്പം ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെയുള്ള നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ട് രാഷ്ട്രീയത്തിൽ. അത്തരം മനോഭാവമുള്ള ആളുകൾ ഒരുപാടുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായും അത്തരം മനോഭാവമുള്ള നിരവധി ആളുകളെ എനിക്കറിയാം. ഒരു മിഷൻ മോഡ് പോലെ
തൻ്റെ ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന നിരവധി ആളുകളെ എനിക്കറിയാം. അങ്ങനെയുള്ള ഒരാളുടെയെങ്കിലും പേര് താങ്കൾക്ക് പറയാൻ കഴിയുമോ? ഇല്ലില്ല, ഒരിക്കലും ഞാനത് പറയില്ല. കാരണം അങ്ങനെ പറയുന്നത് മറ്റുള്ളവരോട് ചെയ്യുന്ന അന്യായമാണ്. അതുകൊണ്ട് ഞാനത് പറയില്ല. പക്ഷേ എൻ്റെ മനസ്സിലിപ്പോൾ പല ആളുകളുടെയും പേര് വരുന്നുണ്ട്, പല ആളുകളുടെയും മുഖം എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷേ അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ വളരെയേറെ അനുഭവിച്ചിട്ട് തന്നെയാണ് വളർന്നു വന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ ജീവിതം എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ എൻ്റെ കുട്ടിക്കാലത്തെ ജീവിതം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. എൻ്റെ കഷ്ടപ്പാടുകൾ ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ കഷ്ടപ്പാടുകളെ സ്നേഹിക്കാനും ഞാൻ പഠിച്ചു. അത് എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ സഹായിച്ചിട്ടുണ്ട്. നോക്കൂ, ഞാൻ ഇത്തരമൊരു സംസ്ഥാനത്തു നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മമാർ, എൻ്റെ സഹോദരിമാർ ദാഹജലത്തിന് വേണ്ടി തലയിൽ കുടം വെച്ച് 3-4 കിലോമീറ്റർ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യം നേടി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഒരിട്ട് ദാഹജലത്തിന് വേണ്ടി 3-4 കിലോമീറ്റർ നടക്കേണ്ടി വരുന്ന എൻ്റെ അമ്മമാരുടെ, പെങ്ങന്മാരുടെ വിഷമം എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. അത്തരം വേദനാജനകമായ നിരവധി സാഹചര്യങ്ങൾ കണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എൻ്റെ ആക്ടിവിറ്റികൾ ഞാൻ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതലേ പല പദ്ധതികളുണ്ടായിരുന്നു സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി. ഞാൻ അത്തരം പദ്ധതികളെയൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ അത്തരം പദ്ധതികൾ എത്ര ആളുകൾക്ക് പ്രയോജനപ്പെട്ടിരുന്നു? അവിടെയാണ് എനിക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരുന്നത്. സ്വപ്നം കണ്ടത് ആരോ ആയിക്കോട്ടെ, പക്ഷേ ആ സ്വപ്നം നല്ലതാണെങ്കിൽ, രാജ്യത്തിന് ഗുണമുണ്ടാക്കുന്നതാണെങ്കിൽ ആ സ്വപ്നം പൂർത്തീകരിക്കാൻ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി മാത്രമാണ് എൻ്റെ പ്രവർത്തനം. ഞാൻ ആദ്യമായി മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു: ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തുകയില്ല. 2, ഞാൻ എനിക്ക് വേണ്ടി മാത്രമായി ഒന്നും ഒരിക്കലും ചെയ്യുകയില്ല. 3, ഞാൻ മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിച്ചേക്കാം. പക്ഷേ മനഃപൂർവ്വം ജനങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന തരത്തിൽ ഒരു തെറ്റും ഞാൻ ചെയ്യുകയില്ല. ഈ 3 തീരുമാനങ്ങൾ ഞാൻ മുഖ്യമന്ത്രി ആയ സമയത്ത് തന്നെ എടുത്തതാണ്. അത് ഇന്നും അതുപോലെ തന്നെ തുടരുന്നുണ്ട്. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ മന്ത്രമായി തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. തീർച്ചയായും തെറ്റുകൾ സംഭവിച്ചേക്കാം, കാരണം ഞാൻ മനുഷ്യനാണ്, ഞാൻ ദൈവമൊന്നുമല്ല. പക്ഷേ തെറ്റുകൾ സംഭവിച്ചാൽ അത് തിരുത്താനുള്ള ശേഷിയും മനസ്സും എനിക്കുണ്ട്. നോക്കൂ, ഞാൻ എന്ത് പദ്ധതി തയ്യാറാക്കിയാലും രാജ്യം ഒന്നാമത് എന്നുള്ള എൻ്റെ ചിന്തയ്ക്ക് അടിയിലാണത് വരുന്നതെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്യും. അത് ഏത് ആശയത്തിൻ്റെ പേരിലുള്ളതാണെങ്കിലും രാജ്യത്തിന് ഗുണപ്രദമുള്ളതാണെങ്കിൽ ഞാനത് തീർച്ചയായും ചെയ്തിരിക്കും. കാരണം എല്ലാ പദ്ധതികൾക്കും മുകളിലാണ് രാജ്യം ഒന്നാമത്, നേഷൻ ഫസ്റ്റ് എന്ന എൻ്റെ ചിന്താഗതി. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും, ഏത് വ്യക്തിയുടേതാണെങ്കിലും, എന്താണെങ്കിലും, ആര് കൊണ്ടുവന്നതാണെങ്കിലും നേഷൻ ഫസ്റ്റ് എന്ന ചിന്താഗതിക്ക് കീഴിലാണ് ഏത് പദ്ധതിയും വരുന്നതെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കാൻ ഞാൻ തയ്യാറാണ്. അതിൽ ഞാൻ ഒരു രാഷ്ട്രീയവും നോക്കാറില്ല. ഒരു ഐഡിയോളജി ഇല്ലാതെ രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഐഡിയോളജിയേക്കാൾ മുകളിലാണ് ഐഡിയലിസം, ആദർശവാദം. ആശയം പലതാകാം, പക്ഷേ ലക്ഷ്യം ഒന്നായിരിക്കണം. അത് രാജ്യവും ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പുരോഗതിയും മാത്രമായിരിക്കണം. അതിന് നമുക്ക് സ്വാതന്ത്ര്യ സമരം തന്നെ ഉദാഹരണം നോക്കാം. സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തുമ്പോൾ എന്തായിരുന്നു നമ്മുടെ ആശയം? സ്വാതന്ത്ര്യം. ഗാന്ധിജിയുടെ ആശയം വേറെയായിരുന്നു, പക്ഷേ ലക്ഷ്യം സ്വാതന്ത്ര്യമായിരുന്നു. സവർക്കറുടെ രീതിയും ആശയവും വ്യത്യസ്തമായിരുന്നു, നേതാജിയുടെ ആശയം വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഇവരുടെ എല്ലാം ലക്ഷ്യം ഒന്നായിരുന്നു: സ്വാതന്ത്ര്യം. പ്രധാനമന്ത്രിജി, ജനങ്ങൾ പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ നല്ല കട്ടിയുള്ള തൊലി വേണമെന്നാണ്. കാരണം നിരന്തരം പല ആരോപണങ്ങൾ നേരിടേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. ഇതിനെയൊക്കെ താങ്കൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? പുതുതായി ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാർക്കും ഒരുപക്ഷെ ഇതൊക്കെ എങ്ങനെ നേരിടാൻ കഴിയും? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നോക്കൂ, രാഷ്ട്രീയത്തിൽ ഏറ്റവും ആദ്യം വേണ്ടത് നല്ല ക്ഷമയോടുകൂടിയുള്ള ജീവിതമാണ്. മറ്റുള്ളവരുടെ സന്തോഷവും അവരുടെ നേട്ടവും കണ്ട് സന്തോഷിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും. രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിനെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് വരേണ്ടത്. പക്ഷേ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നത് പൂർണ്ണമായും ഈ രാജ്യത്തിനും ജനങ്ങളുടെ പുരോഗതിക്കും വേണ്ടി ആണെങ്കിൽ അതൊരിക്കലും നിങ്ങളെ ബാധിക്കാനും പാടില്ല. പക്ഷേ നിങ്ങൾ ശരിയായിരിക്കണം, ആ ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. പിന്നെ പുതുതായി വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പൊളിറ്റിക്സിലല്ല, നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരും. ഇതല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. എന്തിനാണ് പറയുന്നത്? നമ്മളുടെ കുടുംബത്തിൽ പോലും, സഹോദരങ്ങൾ തമ്മിൽ പോലും ഈ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകാറില്ലേ? അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കുന്നില്ലേ? തീർച്ചയായും അതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിലും. നമ്മൾ ശരിയാണെങ്കിൽ നമ്മൾ ആരെയും ഭയക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായും അത് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു ശേഷി നിങ്ങൾക്കുണ്ടായിരിക്കണം.
അങ്ങനെ മാത്രമേ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, നിങ്ങളുടെ സാധാരണ ജീവിതത്തിലും അത് ആവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ജനാധിപത്യത്തിന് ഏറ്റവും കൂടുതൽ ബലം നൽകുന്ന ഒന്നാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്നാണ്. മുൻകാലങ്ങളിൽ വളരെ കുറച്ച് പത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ പറയുന്നത് തെറ്റാണെങ്കിലും അത് ശരിയാണെന്ന് വിശ്വസിച്ചേ മതിയാവുമായിരുന്നുള്ളൂ. കാരണം 1,00,000 ആളുകൾ ഇന്നടുത്ത് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വെരിഫൈ ചെയ്യാനുള്ളൊരു മാർഗം പണ്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആരെങ്കിലും ഒരു നുണ എഴുതിയാൽ പോലും കുറച്ച് സമയത്തേക്ക് ഒരുപക്ഷെ അത് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ മൊബൈൽ ഉപയോഗിച്ച് താൻ കേട്ട വാർത്ത ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഇന്നത്തെ കാലത്ത് കഴിയുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ വിജയം തന്നെയാണ്. നിങ്ങൾ സത്യത്തെ അന്വേഷിക്കാൻ തയ്യാറായാൽ ഇന്നത്തെ കാലത്ത് സത്യം നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിനുവേണ്ടി കുറച്ച് ശ്രദ്ധ കാണിക്കണം, കുറച്ച് സമയം ചെലവഴിക്കണം, കുറച്ച് ക്ഷമയുണ്ടായിരിക്കണം എന്ന് മാത്രം. പക്ഷേ ചില ആളുകളുടെ മാനസിക വികൃതങ്ങൾ കാരണം അവർ നിരന്തരം ഇത്തരം നുണക്കഥകൾ, ഇല്ലാക്കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരുടെ സ്വഭാവമാണ്, അത് മാറ്റാൻ കഴിയില്ല. ഞാൻ RSSലായിരുന്നപ്പോൾ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത പല വാർത്തകളാണ് ദിവസവും വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കതുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ എല്ലാം കുറ്റം ഞങ്ങളുടെ മുകളിലിടുന്ന രീതിയിലായിരുന്നു അന്ന് വാർത്തകൾ വന്നിരുന്നത്. കാരണം അന്ന് ചില പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പത്രത്തിൽ വരുന്നത് സത്യമാണ് എന്ന് ആളുകൾ വിശ്വസിച്ചു പോയിരുന്നു. അവരെ കുറ്റം പറയാൻ കഴിയില്ല, കാരണം അവർക്ക് സത്യം അറിയാൻ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെയല്ല. ഇന്നത്തെ കാലത്തെ കുട്ടികൾ ആ രീതിയിൽ സത്യം അന്വേഷിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളുടെ കയ്യിൽ പോലും മൊബൈൽ ഫോൺ ഉണ്ട്. അത് ശരിയായ രീതിയിൽ അവർ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ രാജ്യത്തെ സത്യസന്ധമായ വാർത്തകൾ മനസ്സിലാക്കാനും കഴിയും. ഞാൻ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ നേരിട്ട് കാണുമ്പോൾ അവരെന്നോട് ചോദിക്കാറുണ്ട്, ഈ ചാന്ദ്രയാൻ ദൗത്യത്തിന് ശേഷം നമ്മൾ ഗഗൻയാൻ ദൗത്യം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, മാത്രമല്ല നമ്മുടെ ബഹിരാകാശ പേടകത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ട്. കൊച്ചുകുട്ടികൾ പല പരിപാടിക്കും പോകുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ഗഗൻയാൻ ദൗത്യം എന്തായി എന്ന്, എവിടെ വരെയായി എന്ന്, നമ്മൾ ബഹിരാകാശത്തേക്ക് ആളുകളെ അയക്കുന്ന പദ്ധതി എന്തായെന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ചെറിയ കുട്ടികൾ പോലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അതൊക്കെ തീർച്ചയായും ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയയുടെ വിജയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, സോഷ്യൽ മീഡിയ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി. പ്രധാനമന്ത്രിജി, ഇന്നത്തെ കാലത്ത് കുട്ടികൾ പറയാറുണ്ട് അവർ നിരന്തരം വളരെ ആങ്സൈറ്റി ഉള്ളവരാണെന്ന്. എനിക്ക് പോലും ആങ്സൈറ്റി ഉണ്ട്. ഇപ്പോൾ അങ്ങയുടെ മുമ്പിൽ ഇരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും എനിക്ക് ആങ്സൈറ്റി ഉണ്ട്. താങ്കളുടെ കുട്ടിക്കാലത്ത് താങ്കൾ ഇത് അനുഭവിച്ചിരുന്നോ? അല്ലെങ്കിൽ താങ്കൾ ഇപ്പോഴത് അനുഭവിക്കുന്നുണ്ടോ? അതിനെ താങ്കൾ എങ്ങനെയാണ് നേരിടുന്നത്? തീർച്ചയായും ആങ്സൈറ്റി എനിക്കും ഉണ്ടാകും. അല്ലാതെ എനിക്ക് വേണ്ടി പ്രത്യേകമായി ഭഗവാൻ അതിൻ്റെ ഡോർ അടച്ചു വെക്കുകയൊന്നുമില്ലല്ലോ. എനിക്കും തീർച്ചയായും ഇത്തരം അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് എന്നെ ബാധിക്കാത്ത തരത്തിൽ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ചില രീതികളുമുണ്ട്. എക്സാക്ട്ലി എങ്ങനെയാണ് അത് ഞാൻ നേരിടുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞു തരാൻ എനിക്കറിയില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ അങ്ങനെ ഒരു പദവിയിലാണ് ഇരിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ കാണിക്കേണ്ട എല്ലാ വികാരങ്ങളും എനിക്ക് പരസ്യമായി കാണിക്കാൻ കഴിയില്ല. ചിലതൊക്കെ ഞാൻ ഉള്ളിൽ ഒതുക്കേണ്ടതുണ്ട്. എനിക്ക് ആ ബോധ്യമുണ്ട്. കാരണം അത്തരം ഒരു പദവിയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 2002 ഗുജറാത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ഇലക്ഷൻ നേരിടുകയാണ്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണത്. കാരണം ഞാൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 12 മണിവരെ ഒരു ഫലവും എന്നെ അറിയിക്കരുത് എന്ന് വ്യക്തമാക്കി തന്നെ പറഞ്ഞിരുന്നു. ഞാൻ TV-യും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ 12 മണിയായപ്പോൾ മുഖ്യമന്ത്രിയുടെ വസതിക്ക് താഴെ ജനങ്ങൾ വലിയ ഡ്രമ്മുമായി ആഘോഷ പരിപാടികൾ തുടങ്ങുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. 12 മണിക്ക് ശേഷമാണ് 12 മണിക്ക് ശേഷമാണ് ഓഫീസിൽ നിന്ന് എന്നെ അറിയിച്ചത് 3-2 പുരുഷത്തോടു കൂടി നമ്മൾ വിജയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. തീർച്ചയായും ഒരു സാധാരണക്കാരന് വലിയ ടെൻഷൻ ഉണ്ടാകേണ്ട ഒരു സംഭവം തന്നെയാണ് കടന്നു പോകുന്നത്. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു ചിന്താഗതി എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അതിനെ നേരിടുക എന്നുള്ളൊരു മനസ്സ് എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നിനെയും ഭയപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരനുഭവം കൂടി പറയാം. ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഗുജറാത്തിൽ ഏതാണ്ട് 5 ഇടത്ത് ഒരേ സമയത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായി. താങ്കൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരിക്കാം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ ആ സമയത്ത് നേരിടുന്ന മാനസികാവസ്ഥ. ഞാൻ പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് പോലീസ് കൺട്രോൾ റൂമിൽ പോകണമെന്ന്. പക്ഷേ എൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിനനുവദിച്ചില്ല.
പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എവിടെയൊക്കെയാണ് ബോംബ് വച്ചിരിക്കുന്നതെന്ന് അറിയില്ല. കാരണം ഒരേ സമയം 5 ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. ഇനിയും നിരവധി സ്ഥലങ്ങളിൽ ബോംബ് ഉണ്ടായേക്കാം എന്നുള്ള സംശയം കാരണം അവർ എന്നെ പോകാൻ അനുവദിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ആദ്യം ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അവർ പറഞ്ഞു പറ്റില്ല, കാരണം ഹോസ്പിറ്റലിലും ഒരുപക്ഷെ ബോംബ് വെച്ചിട്ടുണ്ടാകാം, അതുകൊണ്ട് സുരക്ഷയ്ക്ക് ഭീഷണിയാണ്, മുഖ്യമന്ത്രിക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ മുഖ്യമന്ത്രിയല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. ആ സമയത്ത് ഞാൻ അവിടെ പോകണമെന്നുള്ളത് എൻ്റെ തീരുമാനമാണ്, എനിക്ക് പോയേ പറ്റുമെന്ന് നിർബന്ധം പിടിച്ച് ഞാൻ അവിടെ പോയി. താങ്കൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആ സമയത്ത് എൻ്റെ മനസ്സിലും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ മുകളിലാണ് എൻ്റെ സ്ഥാനം, എൻ്റെ പദവി എനിക്ക് നൽകുന്ന ഉത്തരവാദിത്വം എന്നെനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് എത്രയും പെട്ടെന്ന് എത്തണം എന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു. ഇതെല്ലാവരും പിന്തുടരണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ രീതി ഇങ്ങനെയാണ്. മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാം. 2002 ഫെബ്രുവരി 24 ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി MLA ആകുന്നത്. 27 ഫെബ്രുവരി 2002 ഞാൻ ആദ്യമായി ഗുജറാത്തിൻ്റെ നിയമസഭയിൽ പോകുന്നത്. ഞാൻ MLA ആയിട്ട് വെറും 3 ദിവസമായിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ അപ്പോൾ മുഖ്യമന്ത്രിയാണ്. ഞാൻ നിയമസഭയിലേക്ക് പോയ ദിവസം തന്നെയാണ് ഗോദ്രയിൽ വളരെ വലിയൊരു ദുരന്തമുണ്ടായത്. തീർച്ചയായും ഞാൻ സ്തബ്ധനായിപ്പോയി. ഞാൻ സഭയിലിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഇറങ്ങി ഞാൻ പറഞ്ഞു എനിക്ക് എത്രയും വേഗം ഗോദ്രയിൽ എത്തണമെന്ന്. പക്ഷെ അപ്പോഴും എന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുകയാണുണ്ടായത്. ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് വഡോദരയിലേക്ക് പോകണം, വഡോദരയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഗോദ്രയിൽ എത്തണം, അതെൻ്റെ തീരുമാനമാണെന്ന്. പക്ഷേ അപ്പോൾ പറഞ്ഞു ഹെലികോപ്റ്റർ അവൈലബിൾ അല്ല. ഞാൻ പറഞ്ഞു എവിടെ നിന്നെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ONGCയിലാണെന്ന് തോന്നുന്നു ഒരു ഹെലികോപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് ഒറ്റ എഞ്ചിൻ ഹെലികോപ്റ്റർ ആയിരുന്നു. ഒറ്റ എഞ്ചിൻ ഹെലികോപ്റ്ററിൽ VIP ആയ മുഖ്യമന്ത്രിയെ പോകാൻ അനുവദിക്കില്ല എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ VIP അല്ല, ഞാൻ സാധാരണക്കാരനാണ്, എനിക്കവിടെ പോയേ മതിയാകൂ എന്ന്. എൻ്റെ ജീവന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഞാൻ മാത്രമാണ് എന്ന് ഞാൻ എഴുതിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം അതേ ഹെലികോപ്റ്ററിൽ ഞാൻ വഡോദരയിൽ നിന്ന് ഗോദ്രയിലേക്ക് പോയി. അങ്ങനെ ഗോദ്രയിലെത്തി. അവിടെ ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് വളരെ ഭയാനകമായ വിഷമകരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. ഞാനൊരു മനുഷ്യനാണ്, മുഖ്യമന്ത്രിയാണെന്ന് കരുതി എനിക്ക് വികാരങ്ങളൊന്നും ഇല്ലാത്ത ആളല്ലല്ലോ. അതെല്ലാം കണ്ട് എനിക്ക് തീർച്ചയായും വിഷമമുണ്ടായി. പക്ഷേ ആ വിഷമം എനിക്ക് പുറത്ത് കാണിക്കാൻ കഴിയില്ലല്ലോ. ഞാനതിനെ കൂടുതൽ കരുതലോടെ നേരിട്ടു. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, അത്തരമൊരു സിറ്റുവേഷൻ നമുക്ക് ജീവിതത്തിൽ പലതവണ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മളിരിക്കുന്ന സ്ഥാനം, നമ്മളുടെ പദവി, അത് കാരണം നമുക്ക് പല വികാരങ്ങളും ഉള്ളിൽ ഒതുക്കേണ്ടി വരും. പല വികാരങ്ങളും പുറത്ത് കാണിക്കാൻ കഴിയില്ല. ഒരു സാധാരണ മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന പോലുള്ള വികാരം ചില പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ കഴിയില്ല. അതിനെ നമ്മൾ ഓവർകം ചെയ്തേ മതിയാകൂ. ഞാൻ പരീക്ഷാ പേ ചർച്ചയിൽ കുട്ടികളോട് പോലും പറയാറുണ്ട്, നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷയെ ഭയക്കരുത് എന്ന്. സാധാരണ ദിവസം നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത് അതേ മനസ്സോടെ തന്നെ പരീക്ഷയെ നേരിടണം എന്നാണ് ഞാൻ പറയാറുള്ളത്. പരീക്ഷയാണെന്ന് കരുതി അന്നത്തെ ദിവസം പുതിയ ഉടുപ്പ് ധരിച്ചുകൊണ്ട് പോവുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. മറ്റ് സാധാരണ ദിവസങ്ങളിൽ ക്ലാസ്സിൽ പോകുന്ന അതേ മനോഭാവത്തോടുകൂടി തന്നെ പോയി നിങ്ങൾ പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് പരീക്ഷ എന്നുള്ള ഭയത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. ഇത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. എത്ര പേർക്കത് അതുപോലെ ഫോളോ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല.